2 സാമുവേൽ അധ്യായം 18. ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. അവരെ 3 തിരിച്ച് യോവാബിൻ്റെയും അവൻ്റെ സഹോദരനും സെരൂയയുടെ പുത്രനുമായ അബീഷായിയുടെയും ഹിത്യനായ ഇത്തായിയുടെയും നേതൃത്വത്തിൽ അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് അനുചരന്മാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരരുത്. ഞങ്ങൾ തോറ്റോടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല. അങ്ങ് ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യനത്രേ. ആകയാൽ അങ്ങ് പട്ടണത്തിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത്. രാജാവ് പറഞ്ഞു, ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാം. രാജാവ് പടിവാതിക്കൽ നിന്നു 100കളുടെയും 1000ങ്ങളുടെയും ഗണമായി സൈന്യം കടന്നുപോയി. രാജാവ് യോവാബിനോടും അബീഷായിയോടും ഇത്തായിയോടും കൽപ്പിച്ചു, യുവാവായ അബ്സലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക. ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു. സൈന്യം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. എഫ്രായിം വനത്തിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. ദാവീദിന്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു. 20,000 പേരെ അന്ന് വകവരുത്തി. യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു. വാളിനിരയായിരുന്നവരെക്കാൾ കൂടുതൽ പേരെ അന്ന് വനം വിഴുങ്ങി. അബ്സലോം ദാവീദിന്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൻ കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു. അത് ഒരു വലിയ ഓക്കുമരത്തിന്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി കോവർ കഴുത ഓടിപ്പോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു. ഒരുവൻ അത് കണ്ട് യോവാബിനോട് പറഞ്ഞു, അബ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. യോവാബ് പറഞ്ഞു, എങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളയാഞ്ഞത് എന്ത്? ഞാൻ നിനക്ക് 10 വെള്ളി നാണയങ്ങളും ഒരു അരപ്പട്ടയും തരുമായിരുന്നല്ലോ. അവൻ യോവാബിനോട് പറഞ്ഞു, നീ എനിക്ക് 1000 വെള്ളി നാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാരനെതിരെ കരമുയർത്തുകയില്ല. യുവാവായ അബ്സലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവ് നിന്നോടും അബീഷായിയോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ്. മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അതറിയുകയും നീ കൈയൊഴിയുകയും ചെയ്യുമായിരുന്നു. നിന്നോട് സംസാരിച്ച് ഞാൻ സമയം പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ് യോവാബ് 3 കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടന്ന അബ്സലോമിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. യോവാബിന്റെ ആയുധവാഹകരായ 10 പേർ അബ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചു കൊന്നു. യോവാബ് കാഹളം മുഴക്കി. തിരികെ വിളിക്കപ്പെട്ട സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നത് മതിയാക്കി. അവർ അബ്സലോമിനെ വനത്തിൽ ഒരു വലിയ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു. അവനു മീതെ വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽക്കാരെല്ലാം താങ്കളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. എൻ്റെ പേർ നിലനിർത്താൻ എനിക്കൊരു മകനില്ലെന്ന് പറഞ്ഞ് അബ്സലോം തൻ്റെ ജീവിതകാലത്ത് തന്നെ രാജാവിൻ്റെ താഴ്വരയിൽ തനിക്കൊരു സ്മാരക സ്തംഭം നിർമ്മിച്ചിരുന്നു. അതിന് തൻ്റെ പേർ തന്നെ നൽകി. ഇന്നും അത് അബ്സലോമിൻ്റെ സ്മാരകം എന്നറിയപ്പെടുന്നു. സാദോക്കിൻ്റെ മകൻ അഹിമാസ് പറഞ്ഞു, കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ഞാൻ ഓടിച്ചെന്ന് അവനെ അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, വേണ്ട, ഇന്ന് സദ്വാർത്തയുമായി നീ പോകേണ്ട. മറ്റൊരു ദിവസമാകാം. രാജകുമാരൻ മരിച്ചതിനാൽ ഇന്ന് വേണ്ട. പിന്നെ യോവാബ് കുഷ്യനോട് പറഞ്ഞു, നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക. അവൻ യോവാബിനെ വണങ്ങി ഓടിപ്പോയി. സാദോക്കിന്റെ മകൻ അഹിമാസ് യോവാബിനെ വീണ്ടും നിർബന്ധിച്ചു, എന്തും വരട്ടെ, കുഷ്യന്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, മകനെ, നീ എന്തിനത് ചെയ്യണം?
നിനക്ക് ഇതിന് പ്രതിഫലമൊന്നും കിട്ടുകയില്ലല്ലോ. അവൻ പറഞ്ഞു, എന്തുമാകട്ടെ, ഞാൻ പോകും. യോവാബ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ പൊയ്ക്കൊള്ളുക. അഹിമാസ് സമതലം വഴി കുഷ്യന്റെ മുമ്പിലെത്തി. ദാവീദ് പടിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ മതിലിനു മീതെ പടിപ്പുരയുടെ മുകളിൽ കയറി നോക്കി. ഒരുവൻ തനിയെ ഓടി വരുന്നു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവരുന്നു. അവൻ അടുത്തടുത്ത് വന്നു. മറ്റൊരുവൻ ഓടി വരുന്നതും കാവൽക്കാരൻ കണ്ടു. അവൻ പടിപ്പുരയിലേക്ക് വിളിച്ചു പറഞ്ഞു, അതാ മറ്റൊരുവനും തനിയെ ഓടി വരുന്നു. രാജാവ് പറഞ്ഞു, അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു. കാവൽക്കാരൻ പറഞ്ഞു, മുമ്പേ ഓടി വരുന്നവൻ സാദോക്കിന്റെ മകൻ അഹിമാസിനെ പോലെ ഇരിക്കുന്നു. രാജാവ് പ്രതിവചിച്ചു, അവൻ നല്ലവനാണ്, അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു. അഹിമാസ് രാജാവിനോട് വിളിച്ചു പറഞ്ഞു, എല്ലാം ശുഭം. അവൻ രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവിനെതിരെ കരമേർത്തവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. രാജാവ് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അഹിമാസ് പറഞ്ഞു, യോവാബ് എന്നെ അയക്കുമ്പോൾ വലിയൊരു ബഹളം കണ്ടു, എന്നാൽ അതെന്തെന്ന് എനിക്കറിയില്ല. രാജാവ് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്കുക. അവൻ മാറി നിന്നു. പിന്നെ കുഷ്യൻ എത്തി. രാജാവിനോട് പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവിന് സദ്വാർത്ത. അങ്ങേക്കെതിരെ ഉയർന്ന എല്ലാവരുടെയും പിടിയിൽ നിന്ന് കർത്താവ് അങ്ങയെ മോചിപ്പിച്ചിരിക്കുന്നു. രാജാവ് കുഷ്യനോട് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അവൻ പറഞ്ഞു, അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. രാജാവ് വികാരാധീനനായി പടിപ്പുര മുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ. Chapter 18. After mustering the troops he had with him, David placed officers in command of groups of 1,000 and groups of 100. David then put a third part of the soldiers under Joab's command, a third under command of Abishai, son of Zeruiah, and brother of Joab, and a third under command of Ittai the Gittite. The king then said to the soldiers, I intend to go out with you myself. But they replied, You must not come out with us, for if we should flee, we shall not count. Even if half of us should die, we shall not count. You are equal to 10,000 of us. Therefore it is better that we have you to help us from the city. So the king said to them, I will do what you think best. And he stood by the gate as all the soldiers marched out in units of 100 and of 1,000. But the king gave this command to Joab, Abishai, and Ittai, Be gentle with young Absalom for my sake. All the soldiers heard the king instruct the various leaders with regard to Absalom. David's army then took the field against Israel, and a battle was fought in the forest near Mahanaim. The forces of Israel were defeated by David's servants, and the casualties there that day were heavy, 20,000 men. The battle spread out over that entire region, and the thickets consumed more combatants that day than did the sword. Absalom unexpectedly came up against David's servants. He was mounted on a mule, and, as the mule passed under the branches of a large terebinth, his hair caught fast in the tree. He hung between heaven and earth, while the mule he had been riding ran off. Someone saw this and reported to Joab that he had seen Absalom hanging from a terebinth. Joab said to his informant, If you saw him, why did you not strike him to the ground on the spot? Then it would have been my duty to give you 50 pieces of silver and a belt. But the man replied to Joab, Even if I already held 1,000 pieces of silver in my 2 hands, I would not harm the king's son, for the king charged you and Abishai and Ittai in our hearing to protect the youth Absalom for his sake.
Had I been disloyal and killed him, the whole matter would have come to the attention of the king, and you would stand aloof." Joab replied, "I will not waste time with you in this way." And taking 3 pikes in hand, he thrust for the heart of Absalom, still hanging from the tree alive. Next, 10 of Joab's young armor-bearers closed in on Absalom and killed him with further blows. Joab then sounded the horn, and the soldiers turned back from the pursuit of the Israelites, because Joab called on them to halt. Absalom was taken up and cast into a deep pit in the forest, and a very large mound of stones was erected over him, and all the Israelites fled to their own tents. During his lifetime Absalom had taken a pillar and erected it for himself in the king's valley, for he said, "I have no son to perpetuate my name." The pillar which he named for himself is called Yad Absalom to the present day. Then Ahimaaz, son of Zadok, said, "Let me run to take the good news to the king that the Lord has set him free from the grasp of his enemies." But Joab said to him, "You are not the man to bring the news today. On some other day you may take the good news, but today you would not be bringing good news, for in fact the king's son is dead." Then Joab said to a Cushite, "Go, tell the king what you have seen." The Cushite bowed to Joab and sped away. But Ahimaaz, son of Zadok, said to Joab again, "Come what may, permit me also to run after the Cushite." Joab replied, "Why do you want to run, my son? You will receive no reward." But he insisted, "Come what may, I want to run." Joab said to him, "Very well." Ahimaaz sped off by way of the Jordan plain and outran the Cushite. Now David was sitting between the 2 gates, and a lookout mounted to the roof of the gate above the city wall, where he looked about and saw a man running all alone. The lookout shouted to inform the king, who said, "If he is alone, he has good news to report." And as he kept coming nearer, the lookout spied another runner. From his place atop the gate he cried out, "There is another man running by himself." And the king responded, "He too is bringing good news." Then the lookout said, "I notice that the first one runs like Ahimaaz, son of Zadok." The king replied, "He is a good man. He comes with good news." Then Ahimaaz called out and greeted the king. With face to the ground he paid homage to the king and said, "Blessed be the Lord your God, who has delivered up the men who rebelled against my lord the king." But the king asked, "Is the youth Absalom safe?" And Ahimaaz replied, "I saw a great disturbance when the king's servant Joab sent your servant on, but I do not know what it was." The king said, "Step aside and remain in attendance here." So he stepped aside and remained there. When the Cushite came in, he said, "Let my lord the king receive the good news that this day the Lord has taken your part, freeing you from the grasp of all who rebelled against you." But the king asked the Cushite, "Is young Absalom safe?" The Cushite replied, "May the enemies of my lord the king and all who rebel against you with evil intent be as that young man."